നോമിനേഷൻ കൊടുക്കില്ലാതെ തീരുമാനമെടുത്തത് ദേവികയാണെങ്കിലും തോറ്റുപോകുന്നത് എന്റെ പാർട്ടിയാ, കൂടെ ഞാനും. പാർട്ടിക്ക് അവമാനം ഉണ്ടാക്കുന്ന ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. മീര കേസിൽ ആരോപണങ്ങൾ നേരിട്ടപ്പോ MLA സ്ഥാനം രാജിവെച്ചത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാനാ. ഇപ്പൊ എനിക്ക് വേണ്ടി ദേവിക നോമിനേഷൻ കൊടുക്കുമായിരിക്കും. പക്ഷേ പ്രവർത്തിക്കാതിരുന്ന തീർന്നില്ല എല്ലാം. അതാ പറഞ്ഞത്, വേണ്ട മോളെ. അച്ഛന് വേണ്ടിയല്ല, എനിക്കായിട്ടാ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. എനിക്ക് മത്സരിക്കാൻ, ജയിക്കാൻ. അമ്മയും രചന ചേച്ചിയൊക്കെ പറഞ്ഞത് മനസ്സിൽ കിടക്കുമായിരുന്നു. അതിന്റെ ഒരു വിഷമത്തില് ഞാൻ പറഞ്ഞു പോയതാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആത്മാർത്ഥമായിട്ടാണല്ലോ അല്ലേ പറഞ്ഞത്? അതെ അച്ഛാ.